വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 21 അധ്യായം 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ ഇന്നത്തെ ധ്യാനത്തിനായിട്ട് തിരഞ്ഞെടുക്കുകയാണ്. ഉയർത്തെഴുന്നേൽക്കപ്പെട്ടതായ കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ സ്നേഹപൂർവ്വം വിരുന്നിനായി ക്ഷണിക്കുന്ന മനോഹരമായ വേദഭാഗമാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. കർത്താവിൻ്റെ പുനരുദ്ധാരണത്തിലൂടെ ഒരു കരുതലും സഹവാസവും ഒക്കെ ലഭ്യമാകുന്ന അതിമനോഹരമായ വേദഭാഗമാണ് ഈ ഇന്നത്തെ ധ്യാനത്തിനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഒന്ന്, ദ ഫെറ്റിഗ്യൂ ഓഫ് ദി എംപ്റ്റി നെറ്റ്, ശൂന്യമായ വലകളുടെ തളർച്ച. പത്രോസും കൂട്ടരും പറയുകയാണ്, ഞാൻ മീൻ പിടിക്കാൻ പോകുന്നു. ഇതൊരു വിനോദമായിരുന്നില്ല, മറിച്ച് പഴയ ജീവിതത്തിലേക്കുള്ള തിരിച്ചുപോക്കായിരുന്നു. ക്രൂശീകരണത്തിൻ്റെ ആഘാതത്തിന് ശേഷം ശിഷ്യന്മാർ തങ്ങളുടെ വിളികളെക്കുറിച്ച് ആശയക്കുഴപ്പത്തിലായി. അവർ ആ രാത്രി മുഴുവൻ അധ്വാനിച്ചു, ഒന്നും കിട്ടിയില്ല. ദൈവികമായ നിർദ്ദേശമില്ലാത്ത മനുഷ്യന്റെ പ്രയത്നം എപ്പോഴും തളർച്ചയിലും ശൂന്യമായ വലകളിലുമാണ് അവസാനിക്കുന്നത്. നാം പലപ്പോഴും വിജയത്തിനു വേണ്ടിയൊക്കെ പരിശ്രമിക്കുമ്പോഴും അവിടെയൊക്കെ നാം പരാജയവും തളർച്ചയും നേരിടുന്നുണ്ടെങ്കിൽ ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, നമ്മുടെ സ്വന്തം ശക്തിയിൽ നാം പരിശ്രമിക്കുന്നു. സമാധാനവും ലക്ഷ്യവുമില്ലാത്തതായ ശൂന്യമായ വലകളാണ് അവസാനം നമുക്ക് ലഭിക്കുന്നത്. എന്നാൽ നീതിயின் സൂര്യനായ ക്രിസ്തു ഇല്ലാത്ത ആത്മാവിൻ്റെ ഒരു ജീവിതത്തിൻ്റെ പോരാട്ടത്തിൻ്റെ പ്രതീകമാണ് ഈ രാത്രി എന്ന് പറയുന്നത്. ഉയർത്തെഴുന്നേൽക്കപ്പെട്ടതായ കർത്താവിൻ്റെ പുതിയ നിർദ്ദേശമില്ലാതെ പ്രവർത്തിക്കുന്ന ഏതൊരു ശുശ്രൂഷയുടെയും ജീവിതത്തിൻ്റെ അവസ്ഥയാണ് ശൂന്യമായ വല എന്ന് പറയുന്നത്. രണ്ടാമത്തെ ചിന്ത, ദൈവികമായ ശബ്ദത്തിൻ്റെ ഒരു പ്രതികരണം, ഫ്രീക്വൻസി ഓഫ് ദി ഡിവൈൻ വോയിസ്. യേശു തീരത്ത് നിൽക്കുകയാണ്, പക്ഷേ അവർ അവനെ തിരിച്ചറിയുന്നില്ല. യേശു ചോദിക്കുന്ന ഒരു ചോദ്യം, മക്കളെ, നിങ്ങളുടെ പക്കൽ എന്തെങ്കിലും ഭക്ഷണമുണ്ടോ? ഇപ്പോൾ പിടിച്ചത് വല്ലതും, ഡു യു ഹാവ് സംതിങ് ഫ്രഷ് ചോദിക്കുകയാണ്. അവരുടെ മറുപടി ഇല്ല എന്നാണ്. ഈ മറുപടി പറയുമ്പോൾ അവൻ പറയുകയാണ്, വലതു ഭാഗത്തേക്ക് വല വീശുവിൻ. വലതു ഭാഗത്തേക്കുള്ള മാറ്റം അത് വലിയൊരു മാറ്റമാണ്. പലപ്പോഴും പരാജയവും വിജയവും തമ്മിലുള്ള വ്യത്യാസം ചില സ്റ്റെപ്പുകൾ മാത്രമാണ്. കർത്താവിൻ്റെ കൽപ്പനയും നമ്മുടെ ഇഷ്ടവും തമ്മിലുള്ള ദൂരം അത് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ദാരിദ്ര്യത്തിനും സമൃദ്ധിക്കുമിടയിലുള്ള വലിയൊരു പാലമാണ് അനുസരണം. അവര് ഇല്ല എന്ന് പറയുമ്പോൾ അവരുടെ മിസ്റ്റേക്ക് ആരെയും കുറ്റപ്പെടുത്താതെ കർത്താവിൻ്റെ മുമ്പിൽ സമർപ്പിക്കുകയാണ്. ആരെയും കുറ്റപ്പെടുത്താതെ കർത്താവിൻ്റെ മുമ്പിൽ അവരുടെ തെറ്റുകൾ സമർപ്പിച്ചപ്പോൾ കർത്താവ് പറയുകയാണ്, നിങ്ങൾ വലതുഭാഗത്തേക്ക് വല വീശുവാൻ. അവർ ചോദ്യം ചെയ്യാതെ അതിനെ അനുസരിച്ചു. യേശു നമുക്ക് ഒരു പുതിയ വല നൽകുന്നില്ല, മറിച്ച് നമ്മുടെ കൈവശമുള്ള അതേ ഉപകരണങ്ങൾ ഒരു പുതിയ ദിശയിൽ ഉപയോഗിക്കുവാനായിട്ട് പറയുകയാണ്. പുതുതായിട്ടൊന്നും നൽകുന്നില്ല, എന്നാൽ പുതിയ ദിശയിൽ അത് ഉപയോഗിക്കുവാനായിട്ട് പറയുകയാണ്. നാം തിരിച്ചറിയുന്നതിന് മുമ്പേ ക്രിസ്തു നമ്മുടെ കൂടെയുണ്ട്. നമ്മുടെ പ്രതിസന്ധികളുടെ തീരത്ത് നിൽക്കുന്ന ആ അപരിചിതൻ നമ്മുടെ ജീവിതത്തിന്റെ പരാജയങ്ങളെ ആധ്യാത്മിക വിജയങ്ങളാക്കി മാറ്റുവാനായിട്ട് കാത്തിരിക്കുകയാണ്. ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, നമ്മൾ അവൻ പറയുന്നത് കേൾക്കാനായിട്ട്, അവൻ്റെ ശബ്ദം കേൾക്കുവാനായിട്ട് കാതോർക്കുക, അവനെ അനുസരിക്കാനായിട്ട് തയ്യാറാകുക. നമ്മളുടെ പഴയ അനുഭവങ്ങളെ അത് ഏറ്റവും പുതുമയുള്ളതാക്കി തീർക്കുവാനായിട്ട് സാധിക്കും. മൂന്നാമത്തേത്, ഉയർത്തെഴുന്നേൽക്കപ്പെട്ട കർത്താവിൻ്റെ ആ വലിയ വിരുന്നാണ്, അവൻ്റെ ക്ഷണമാണ്. അവർ തീരത്തിറങ്ങിയപ്പോൾ അപ്പവും മീനും വെച്ചിരിക്കുന്ന ഒരു കനൽക്കൂട്ടം കാണുകയാണ്. യേശു പറയുകയാണ്, വന്ന് ഭക്ഷണം കഴിക്കുകയും. ഒരു തയ്യാറാക്കപ്പെട്ടതായ ഒരു പ്രിപ്പയർഡ് ടേബിള് നമുക്കവിടെ കാണാനായിട്ട് കഴിയുന്നു. അവർ മീൻ കൊണ്ടുവരുന്നതിന് മുമ്പ് തന്നെ യേശുവിൻ്റെ പക്കൽ മീനുണ്ടായിരുന്നു. അത് വളരെ ശ്രദ്ധേയമാണ്. കരുതുവാൻ, അവൻ നമ്മളെ സ്നേഹിക്കുവാൻ നമ്മുടെ ഒരു വിജയത്തിൻ്റെയോ നമ്മുടെ ഏതെങ്കിലും കാര്യങ്ങളുടെയോ ആവശ്യമില്ല. എങ്കിലും അവൻ നമ്മുടെ പങ്കാളിത്തത്തെ ക്ഷണിക്കുകയാണ്, നമ്മുടെ അധ്വാനത്തിൻ്റെ ആ ഒരു ശ്രമത്തെ അവൻ ക്ഷണിക്കുകയാണ്. ഇത് വളരെ നാം ഓർത്തിരിക്കേണ്ടതായ ഒരു കാര്യമാണ്. ഈ ഭക്ഷണത്തിലാണ് ഒരു അടുപ്പമുണ്ടാകുന്നത്. ഈ അന്ത്യത്യാഴം ഒരു അവസാന യാത്രയപ്പായിരുന്നെങ്കിൽ ഈ പ്രഭാത ഭക്ഷണം അവർക്കൊരു സ്വീകരണമാണ് ലഭ്യമായിട്ട് തീരുന്നത്. ഇതാണ് പുനരുദ്ധാരണത്തിലേക്കുള്ള ഒരു ക്ഷണമെന്ന് പറയുന്നത്. നമ്മൾ പലപ്പോഴും മാറിപ്പോയതായ സാഹചര്യങ്ങളിൽ നമ്മളെ ക്ഷണിച്ച് കൂടെ കൊണ്ടുവരുന്നതായ കർത്താവ് നമുക്ക് നൽകുന്ന, നമ്മുടെ മടങ്ങിയ വരവിൽ ലഭ്യമാകുന്ന ഒരു സ്വീകരണമാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. കൊടുക്കൽ വാങ്ങലുകളുടെ ലോകത്ത് യേശു നമുക്ക് നൽകുന്നത് ജീവിതം മാറ്റുന്ന ഒരു വിരുന്നാണ്. പരാജയത്തിൻ്റെ ഗന്ധം പേറുമ്പോഴും അവൻ നമ്മെ കൂടെ ഇരിക്കുവാനായിട്ട് ക്ഷണിക്കുകയാണ്. അതുകൊണ്ട് ആ വലിയ ഫെലോഷിപ്പാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അതുകൊണ്ട് ഫലശൂന്യമായ അനുഭവങ്ങളുടെ മധ്യത്തിൽ അത് നാഥനില്ലാത്തുള്ള എല്ലാ അധ്വാനങ്ങളുടെയും ഫലം ഫ്രൂട്ട്ലെസ്നെസ്സാണ്.
അതുകൊണ്ട് അത് നമ്മൾ ചിന്തിക്കേണ്ടതായ വളരെ പ്രധാനപ്പെട്ടതായ കാര്യമാണ്. നമ്മൾ ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്ക് കാതോർക്കുവാനായിട്ട് സാധിക്കണം. നമ്മൾ ആ വിശ്വസ്തത കീപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നന്നായിട്ട് പോകാനായിട്ട് സാധിക്കും. ലിസണിങ് ടു ദ വോയിസ് ഓൺ ദ ഷോർ, തീരത്ത് നിന്നുള്ള ആ ശബ്ദത്തിന് നാം കാതോർക്കേണ്ടത് ആവശ്യമാണ്. അത്ഭുതകരമായ സമൃദ്ധിയാണ് ആ ശബ്ദത്തിന് കാതോർത്താൽ നമുക്ക് ലഭിക്കുന്നത്. നമുക്കൊരു ഫുൾഫിൽമെൻ്റ് ആണ് ലഭ്യമായിട്ട് തരുന്നത്. അവനോടൊപ്പം സഹവസിച്ച് ഭക്ഷണം കഴിക്കുവാനായിട്ട് അവൻ നമ്മെ ക്ഷണിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഉയർത്തെഴുന്നേൽക്കപ്പെട്ട കർത്താവ് ചരിത്രത്തിലെ ഒരു വ്യക്തിയല്ല, നമ്മുടെ ജീവിതത്തിൻ്റെ മേശയിലെ ജീവിക്കുന്ന ഒരു അതിഥിയാണ്. നമ്മുടെ സ്വന്തം ശക്തിയാകുന്ന രാത്രിയിലാണോ നാം അധ്വാനിക്കുന്നത്, അതോ വചനമാകുന്ന വലതുവശത്തേക്കാണോ നമ്മുടെ ജീവിതത്തെ വലയെറിയാനായിട്ട് തയ്യാറായിട്ട് നിൽക്കുന്നത്? ചോദ്യം വളരെ പ്രസക്തമാണ്. നാം ആണ് തീരുമാനമെടുക്കേണ്ടത്. ആ ക്ഷണം ഇപ്പോഴും നിൽക്കുകയാണ്. ആ കനല് കൂട്ടി